തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 7-ാം തന്ത്രത്തിലെ മുദ്രാഭേദത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്ക് ചില വിവരങ്ങൾ പറഞ്ഞു തരുന്നത്. യോഗമുദ്രയിലെ ചില പ്രധാനപ്പെട്ട ചില മുദ്രകളെക്കുറിച്ചിട്ട് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നു. മുദ്രകൾ, ഒട്ടനവധി മുദ്രകൾ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലക്ഷക്കണക്കിന് മുദ്രകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ 70,000 നാഡീഞരമ്പുകളുണ്ട്. ഈ 70,000 നാഡീഞരമ്പുകളെയും ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന ഒട്ടനവധി മുദ്രകൾ യോഗശാസ്ത്രത്തിൽ പറയുന്നു. ഈ മുദ്രകളിൽ പലതും നമ്മുടെ നാഡീഞരമ്പുകളെ ഉത്തേജിപ്പിക്കാനും നമ്മളെ പ്രാണശക്തിയെ നിയന്ത്രിക്കാനും ഉയർത്താനും അതിനെ സന്തുലിതമാക്കാനുമെല്ലാം തന്നെ ഈ മുദ്രകൾ നമ്മെ സഹായിക്കുന്നു. ചിന്മുദ്രയെക്കുറിച്ചിട്ട് അത് എങ്ങനെയാണ് ശരീരത്തിലെ നാഡീഞരമ്പുകളെ ബാധിക്കുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ പല യോഗാചാര്യന്മാരോടും ചർച്ച ചെയ്തിട്ടും അവർക്കാർക്കും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ചിന്മയ സ്വാമി വിവേകാനന്ദ സ്വാമികൾ കേരളത്തിൽ വന്നപ്പോൾ ചട്ടമ്പി സ്വാമികളെ കാണുകയും അദ്ദേഹത്തിനോട് ഈ മുദ്ര എപ്രകാരമാണ് ശരീരത്തിലെ നാഡീഞരമ്പുകളെ ബാധിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ചട്ടമ്പി സ്വാമികൾ അത് വിവേകാനന്ദ സ്വാമികൾക്ക് വിവരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതിൽ വളരെയേറെ ആകർഷ്ടനായിത്തീർന്ന സ്വാമി വിവേകാനന്ദൻ പിന്നീട് ജന്മദേശത്തേക്ക് ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പല ശിഷ്യന്മാരെയും കേരളത്തിൽ ചട്ടമ്പി സ്വാമികളെ കാണാൻ വേണ്ടി പറഞ്ഞയക്കുകയുണ്ടായി. അത്രയ്ക്ക് ചട്ടമ്പി സ്വാമികളിൽ ആകർഷ്ടനായി തീർന്നു സ്വാമി വിവേകാനന്ദൻ എന്നാണ് വിവേകാനന്ദ സ്വാമികളുടെ ജീവചരിത്രത്തിലും സൂചിപ്പിക്കുന്നത്, ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രത്തിലും വ്യക്തമാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മുദ്രകൾ, അതിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ ഇപ്പോഴും പലർക്കും അറിയില്ല. നമ്മൾ സാധാരണ നമസ്കാര മുദ്ര ചെയ്യാറുണ്ട് അല്ലേ? ആരും നമ്മളെ പഠിപ്പിച്ചതല്ല. ഒരു അതിഥിയെ കാണുമ്പോൾ ഇങ്ങനെ തൊഴുതുകൊണ്ട് ഈ ഇടത് കൈയിലെ 5 വിരലുകളും വലത് കൈയിലെ 5 വിരലുകളും ഒന്നിച്ച് കൂട്ടി യോജിപ്പിച്ച് ആ ഹസ്തങ്ങളെ ഒരേ രീതിയിൽ ഒരുമിപ്പിച്ച് തൊഴുന്ന ഹൃദയത്തിന് നേരെ തൊഴുതു പിടിച്ചുകൊണ്ട് നമ്മൾ നമസ്തേ പറയും. ഒരു അതിഥിയെ കാണുമ്പോൾ നാം ആദ്യം ഈ നമസ്കാര മുദ്ര കാണിച്ചുകൊണ്ടാണ് നമസ്തേ പറയുന്നത് എന്ന് ഓർക്കുക. പക്ഷേ ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്നും ആലോചിച്ചില്ല, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന്. പക്ഷേ ഈ നമസ്തേ പറയുമ്പോൾ ഇടത് കൈയിലെ ഈ 5 വിരലുകളും അതേപോലെ വലത് കൈയിലെ 5 വിരലുകളും ഒന്നിപ്പിച്ച് സംയോജിച്ച് ഹൃദയത്തിൻ്റെ നേരെ പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ 5 വിരലുകൾ 5 പ്രാണങ്ങളെ, അത് 5 ഭൂതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഇപ്പം ഇടത് കരം എന്ന് പറഞ്ഞാൽ അത് ചന്ദ്രക്കലയെ പ്രതിനിധാനം ചെയ്യുന്നു, ഇടകല. ആ ഇടകലയുടെ പ്രതിനിധിയാണ് ഇവിടെ ഇടത് കയ്യിലെ ഈ 5 വിരലുകൾ. അതേപോലെ തന്നെ പിങ്കള, അത് വലത് കരമാണ്. ഈ വലത് കരത്തിലെ 5 വിരലുകൾ പിങ്കള കലയാണ്, അത് സൂര്യനാഡിയെ പ്രതിനിധാനം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ 2ആയിട്ട് വിഭജിക്കാം, ഇടകല എന്നും പിങ്കള കല എന്നും. അതായത് ചന്ദ്രനാഡി എന്നും വലതുഭാഗത്തുള്ള സൂര്യനാഡി. ഈ 2 നാഡികളെയും സമീകരണം ചെയ്യണം. ഇങ്ങനെ 2 ഒരുമിച്ച് വയ്ക്കുന്നതിലൂടെ ചെയ്യുന്നത്, അതും ഹൃദയഭാഗത്ത്. അപ്പോൾ ഹൃദയഭാഗത്ത് ഈ 2 നാഡികളെയും ഒന്നിപ്പിക്കുന്ന
അതാണ് നമസ്കാര മുദ്ര. മാത്രമല്ല ഈ വിരലുകൾ പഞ്ചഭൂതങ്ങളെ പ്രതിദാനം ചെയ്യുന്നുണ്ട്. ഇതാ നോക്കൂ, അതിലെ ഈ വിരൽ ഏറ്റവും ചെറിയ വിരൽ, ചെറുവിരൽ, ആ ചെറുവിരൽ ആ ജലതത്വത്തെ പ്രതിദാനം ചെയ്യുന്നു. നീർതത്വം, ജലത്തിൻ്റെ പ്രതിദാനമാണ്. അത് വായുക്കളിൽ ഒന്നിനെ വേനൻ എന്ന് പറയുന്ന വായുവിനെ പ്രതിദാനം ചെയ്യുന്നു. അത് പ്രാണനെ വേണ്ട പോലെ സർക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വിരലാണ് ചെറുവിരൽ. അത് നീർ വസ്തുവിനെ, അതായത് ജലത്തെ, പഞ്ചഭൂതങ്ങളിലെ ജലത്തെ പ്രദാനം ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തേത് ഭൂമിയാണ്. അത് അപാന, ഈ വിരൽ അപാനനെ പ്രദാനം ചെയ്യുന്നു. പിന്നെ അതേപോലെ തന്നെ അത് എർത്ത് എലമെൻ്റാണ്. പിന്നെ മൂന്നാമത്തേത് ആകാശാംശമാണ്. അത് ഉദാനനെ പ്രദാനം ചെയ്യുന്നു. അത് നമ്മുടെ സ്പീച്ചിനെ കുറിച്ച്, നമ്മുടെ സംഭാഷണം, തിങ്കിങ്, അതേപോലെ തന്നെ ചിന്താശക്തി, ഇതിനെയൊക്കെ നിയന്ത്രിക്കുകയും അതിനെയൊക്കെ വളർത്തുകയും ചെയ്യുന്നതാണ് ഈ സ്പേസ് എലമെൻ്റായ മൂന്നാമത്തെ ഈ വിരൽ. പിന്നെ നാലാമത്തേത് വായു തത്വത്തെ പ്രതിദാനം ചെയ്യുന്നു. അത് സ്പീക്കിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ അതേപോലെ തന്നെ അഞ്ചാമത്തേത് വിരൽ, അതായത് തള്ളവിരൽ എന്ന് പറയുന്നത്, അത് അഗ്നിതത്വത്തെ പ്രതിദാനം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഈ 5 വിരലുകളും പഞ്ചഭൂതങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. ഈ പഞ്ചഭൂതങ്ങൾ പഞ്ചവായുക്കളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പഞ്ചവായുക്കൾ നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 18 തത്വങ്ങളുമായിട്ട് ഈ വിരലുകൾക്ക് ബന്ധമുണ്ട് എന്നറിയുക. അത് പഞ്ചവായുക്കളുമായിട്ടും പഞ്ചഭൂതങ്ങളായിട്ടും എല്ലാം, പിന്നെ നമ്മുടെ ശരീരത്തിലെ നാഡീഞരമ്പുകളായിട്ടും എല്ലാം തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം യോഗശാസ്ത്ര രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ഈ മുദ്രകൾ. അപ്പോൾ നമസ്കാര മുദ്രയിലൂടെ നാം ചെയ്യുന്നത് ഈ കമ്പാഷൻ, ശരിക്കും ലവ് ആൻഡ് കമ്പാഷൻ എന്ന് പറയില്ലേ, നമ്മൾ സ്നേഹത്തിൻ്റെയും അതേപോലെ ആദരത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് ഈ നമസ്കാര മുദ്ര. നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ ഈ കൈ കൂപ്പുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള സ്നേഹം, അൻപേ ശിവം എന്ന് പറഞ്ഞില്ലേ, ഈ അൻപ് ആ അതിഥിയിലേക്കും വ്യാപിക്കുന്നു. നാം ആരെയാണോ ബഹുമാനിക്കുന്നത് അയാളിലേക്കും അത് പ്രസരിപ്പിക്കപ്പെടുന്നു. അത് വലിയൊരു അനുഭവമാണ്. അതായത് നാം ഒരു നമസ്കാര മുദ്ര ഒരാളെ കാണുമ്പോൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹസങ്കല്പം മുഴുവനും, അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ആദരവ്, അങ്ങനെയുള്ള ഒരുപാട് സാത്വികമായ ഭാവങ്ങളുണ്ട്. ഈ സാത്വിക ഭാവങ്ങളെ ബഹിർഗമിപ്പിച്ച് ഈ അതിഥിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ ഈ സ്നേഹ ബഹുമാനാദി ഭാവങ്ങളെല്ലാം ആരിലേക്ക് പകരുന്നു? ഈ അതിഥിയിലേക്ക് പകരുന്നു. മാത്രമല്ല ആ സമയം നാം പറയുന്ന വാക്കെന്താ? നമസ്തേ എന്നാണ്. നമസ്തേ എന്നാണ്. ഈ വാക്കുകൾ, ഈ അക്ഷരങ്ങൾ ശിവാക്ഷരങ്ങളാണ് എന്നോർക്കുക. നായും മായൊക്കെ നമ്മളെപ്പോഴും കാണാറുള്ളതാണ്. അതുപോലെ സകാരം, അതുപോലെ തകാരം, അതുപോലെ ഏകാരം, ഇതെല്ലാം തന്നെ ശിവാക്ഷരങ്ങളാണ്. ഈ ശിവാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ തന്നെ അഭൗമമായ ശക്തിവിശേഷങ്ങളുണ്ടാകും. നാ എന്ന വാക്ക്, നമശിവായയിൽ കാണുന്ന നായില്ലേ, ആ നായുടെ സവിശേഷതകളെല്ലാം തന്നെ നമസ്തയിലെ നാ എന്ന് കാണുന്നു. അതുപോലെ മാ എന്ന അക്ഷരം, സാ എന്ന അക്ഷരം, അതുപോലെ താ എന്ന അക്ഷരം, അതുപോലെ ഏകാരം, ഈ അക്ഷരങ്ങളെല്ലാം തന്നെ ശരിക്കും പഞ്ചാക്ഷരങ്ങൾ എന്ന് പറയപ്പെടാവുന്ന അത്രയ്ക്ക് മഹനീയമായ ശിവാക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ, ഈ അക്ഷരങ്ങളെല്ലാം ഒന്നിച്ചു ചേർന്ന് നമസ്തേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്ഫോടമുണ്ടാകുന്നു. സ്ഫോടശക്തി എന്നാണ് അതിന് പറയുക. അതാണ് നാദശക്തി.
ഈ നാദശക്തി കൊണ്ട് തന്നെ ആ അതിഥിയിൽ വലിയ വലിയ മാറ്റങ്ങൾ, മാനസികമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, നാം അറിയാതെ വെറും നമസ്തേ ഹൃദയഭാഗത്ത് വച്ച് പറയുമ്പോൾ നമ്മിലെ ഹൃദയത്തിലുള്ള സ്നേഹാദി വികാരങ്ങൾ അത്രയും ആ അതിഥിയിലേക്ക് ചെന്ന് വലിയൊരു പരിവർത്തനമുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമസ്തേ പറയുന്ന വ്യക്തിയുടെ ഹൃദയവും അതേപോലെ സ്നേഹസമ്പന്നമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വിതരണം നടക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ വിതരണം നടക്കില്ല. അപ്പോൾ പറയുന്ന വ്യക്തിയുടെ ആ എനർജി ലെവല് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ എനർജി ലെവല് ഒരു സന്യാസി നമ്മളെ ഇതേപോലെ നമസ്തേ എന്ന് പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ ആ സന്യാസിയുടെ ഹൃദയത്തിലെ എല്ലാ ശക്തിവിശേഷങ്ങളും നമ്മിലേക്ക് ഒഴുകിയെത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ വാക്കുകൾ പറയുമ്പോൾ അതാണ് ചില സന്യാസ വിഭാഗങ്ങളിൽപ്പെട്ടവർ നമസ്തേ എന്നല്ല ആദ്യം പറയുന്നത്, നമഃശിവായ എന്നാണ് പറയുന്നത്. നമഃശിവായ എന്ന് പറയുന്നതും നമസ്തേ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. രണ്ടും നമഃശിവായയുടെ ആ പൊരുളിനെ വ്യക്തമാക്കുന്നതാണ്. ആ ശിവശക്തിയെ, ശിവാക്ഷരങ്ങളെയാണ് ഇവിടെ ഉച്ചരിക്കുന്നത്. ശിവാക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഫോടശക്തി അതിഗംഭീരമാണ്. ആ എനർജി വളരെ വളരെ വലുതാണ്. അത് പറയുന്നവനിൽ ആ എനർജി ഉണ്ടെങ്കിൽ ആ എനർജി കേൾക്കുന്നവരിലേക്കും വ്യാപിക്കാൻ കഴിയും. ഇതാണ് മുദ്രകളുടെ, നമസ്കാര മുദ്രയുടെയും ആ നമസ്തേ എന്ന വാക്കിൻ്റെയും പ്രധാനപ്പെട്ട ശക്തിവിശേഷങ്ങൾ. ഇതേപോലെ ജ്ഞാനമുദ്രയുണ്ട്, സാംഭവി മുദ്രയുണ്ട്, പിന്നെ ഖേദരി മുദ്രയുണ്ട്. ഇങ്ങനെയുള്ള മുദ്രകളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് പറയുന്നു. നമുക്കതിലേക്ക് കിടക്കാം, നോക്കാം. മാനസത്തോട് കർമ്മജ്ഞാനേന്ദ്രിയങ്ങളും പോയി സ്ഥാനത്തെ പാലിച്ച് മൗനഭാഷയിൽ പ്രതിഷ്ഠിച്ച് മൂലമാം ശിവൻ തൻ സ്വരൂപമായി തീർന്ന് ലോകകോലാഹലങ്ങൾ നീങ്ങിക്കൊണ്ട് അതേ മുക്തിയാകും. അപ്പോൾ ഈ മുദ്രകൾ കൊണ്ട് എന്താണ്, നമുക്ക് മുക്തിയെ പ്രാപിക്കാൻ പറ്റും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ മുദ്രകൾ? മുക്തിയെ അല്ലെങ്കിൽ ശിവയോഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി സഹസ്രാദളത്തിൽ ശിവനോട് ചേർന്ന് ശക്തി മേളിക്കുന്ന ആ അവസ്ഥയിലേക്ക് സാധകനെ കൊണ്ടെത്തിക്കുന്നതാണ് ഈ മുദ്രകളെല്ലാം. എങ്ങനെയാണ്? മാനസത്തോട്, മാനസം മനസ്സ്, പിന്നെ കർമ്മ ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇതെല്ലാം പോയി മൗനഭാഷയിൽ എത്തിച്ചേരുമ്പോൾ മൂലമാ ശിവൻ തൻ സ്വരൂപമായി തീർന്ന് ലോക കോലാഹലങ്ങളെല്ലാം നീങ്ങി മുക്തിയെ പ്രാപിക്കാൻ കഴിയും എന്നാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. നോക്കൂ, മാനസത്തോടും കർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളും പോയി, അതായത് 11 തത്വങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്. ഇങ്ങനെ 5 5 10 + 1 11. എന്തൊക്കെയാണെന്ന് നോക്കൂ. അത് ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ. അതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതാ? കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക് തുടങ്ങിയത്, ചെവി. അതാണ് 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. പിന്നെ പഞ്ചേന്ദ്രിയ വിഷയങ്ങൾ ഉണ്ട്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. പിന്നെ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ നോക്കാം, പാണി, പാദം, നാക്ക്, ഗുദം, ഉപസ്ഥം. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, 10. പിന്നെ അതിൻ്റെ കൂടെ മനസ്സ്. ഈ 11 തത്വങ്ങളും പോയി കിട്ടുന്നു. അതാണ് ജ്ഞാനേന്ദ്രിയങ്ങളുടെ ബാഹ്യമായ പാച്ചിലൊഴിയുന്നു. കർമ്മേന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും ഒടുക്കം സംഭവിക്കുന്നു. അപ്പോൾ ജ്ഞാന കർമ്മേന്ദ്രിയങ്ങളും മനസ്സും പോയി മറയുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ അതിൻ്റെ മൂലമായ ശിവത്തിൽ ലയിക്കുന്നു. പഞ്ചേന്ദ്രിയ അതേപോലെ കർമ്മേന്ദ്രിയങ്ങൾ അതിൻ്റെ മൂലമായ ശിവത്തിൽ അടങ്ങുന്നു. മനസ്സ് ശിവത്തിൽ ഒടുങ്ങുന്നു. ഇങ്ങനെ 11 തത്വങ്ങളും ഒടുങ്ങി ശിവനിൽ ഒടുങ്ങിക്കഴിയുമ്പോൾ അയാൾ മൗനിയായിത്തീരുന്നു. മൗനഭാഷയാണ് പിന്നെ അയാളിലുള്ളത്.
അതായത് പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം തന്നെ അതിൻ്റെ മൂലത്തിൽ പോവുകയും മനസ്സ് തന്നെ ഇല്ലാതായിത്തീരുന്ന അവസ്ഥയിൽ സാധകൻ മൗനിയായിത്തീരുന്നു. ഈ മൗനത്തിൽ പ്രതിഷ്ഠിച്ചു നിൽക്കുന്നു ആര്? മൂലമാം ശിവൻ പ്രതിഷ്ഠിതനായി നിൽക്കുന്നു. അപ്പോൾ മൗനത്തിലാണ് ശിവൻ പ്രതിഷ്ഠിതമായിരിക്കുന്നത്. അപ്പോൾ മൗന സാധനയിലാണ് ശിവൻ പ്രതിഷ്ഠിതനായിരിക്കുന്നത്. അത് സ്വരൂപമായി തീർന്ന് ലോക കോലാഹലങ്ങളിലെല്ലാം നീങ്ങി മാറി ലോക കോലാഹലങ്ങളെല്ലാം അവസാനിച്ച് ഈ സാധകൻ മുക്തിയെ പ്രാപിക്കുന്നു. അപ്പോൾ 11 തത്വങ്ങളും ഒഴിഞ്ഞു മാറുന്നു എന്നാണ് പറയുന്നത്. അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങൾ 5 മനസ്സും ഈ 11 തത്വങ്ങളും ഒഴിഞ്ഞു മാറുമ്പോൾ ഈ സാധകൻ മൗനിയായി മൗനനിലയെ പ്രാപിക്കുന്നു. ആ മൗനനിലയിൽ മൂലമാം ശിവൻ കുടികൊള്ളുന്നു. അങ്ങനെ ശിവൻ ഹൃദയവാസിയായി കുടികൊള്ളുമ്പോൾ ലോക കോലാഹലങ്ങളെല്ലാം നീങ്ങി മുക്തിയെ പ്രാപിക്കുന്നു എന്നാണ് തിരുമൂലദേവൻ ഈ മന്ത്രത്തിൽ പറയുന്നത്. മാനസത്തോട് കർമ്മ ജ്ഞാനേന്ദ്രിയങ്ങളുമായി സ്ഥാനത്തിൽ നിൽക്കും മൗനഭാഷയിൽ പ്രതിഷ്ഠിച്ച് മൂലമാം ശിവൻ തൻ സ്വരൂപമായി തീർന്ന് ലോക കോലാഹലങ്ങൾ നീങ്ങിക്കണ്ടതേ മുക്തിയാവും. അപ്പോൾ ഈ മുദ്രകളുടെ എല്ലാം സ്വഭാവ ഗുണങ്ങൾ എന്താണ്? അത് മൗന നിലയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. എല്ലാ തത്വങ്ങൾക്കും ഉപരിയായി നിൽക്കാൻ നമ്മെ സഹായിക്കുന്നു. പഞ്ചേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എല്ലാം തന്നെ ശിവനിൽ ലയിച്ച് മൗനിയായ ഭാഷയിൽ ശിവഭാഷയായ മൗനത്തിൽ മഹാമൗനത്തിൽ ദക്ഷിണാമൂർത്തിയുടെ മഹാമൗനത്തിൽ എത്തിച്ചേരുമ്പോൾ ശിവൻ ഹൃദയവാസിയായി സാധകനിൽ നിന്ന് മുക്തിയെ പ്രദാനം ചെയ്യുന്നു എന്നാണ് ഇവിടെ തിരുമൂലദേവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഓം ശിവായ തിരുമൂലദേവായ നമഃ.